ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും ബൈബിൾ എടുത്ത് യെശയ്യാവിന്റെ പ്രവചനം 26-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യെശയ്യാവ് 26:3-4. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. ഇവിടെ 3-ാമത്തെ വാക്യം ഒരു വാക്തത്വമാണ്. വാക്തത്വം ഒന്ന് ശ്രദ്ധിച്ചേ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണ സമാധാനം അല്ലെ, അതാണ് അവിടുത്തെ വാക്തത്വ വിഷയം. സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവന് നിരന്തര സമാധാനം ലഭിക്കുന്നു. വാചകങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ്. സ്ഥിരതയോടെ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് നിരന്തരം പൂർണ്ണമായ സമാധാനം ലഭിക്കുന്നു. സ്ഥിരമാനസൻ അല്ലെ, നമ്മുടെ ഉള്ളം കർത്താവിൽ സ്ഥിരതയോടെ ആശ്രയിക്കണം. കർത്താവിൽ എപ്പോഴും നമ്മൾ ആശ്രയിക്കുമെങ്കിൽ കർത്താവ് ഇവിടെ വാഗ്ദത്തം ചെയ്യുകയാണ്, അവൻ പൂർണ്ണ സമാധാനത്തിൽ നിങ്ങളെ കാക്കും. ഇത് തന്നെ പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എടുത്തു തിരിക്കണമെന്നില്ല. ഫിലിപ്പിയർ 4 പറഞ്ഞിരിക്കുന്നതാണ് അല്ലെ, നിങ്ങളുടെ സകല വിഷയങ്ങളും സ്തോത്രത്തോടെ പ്രാർത്ഥനയാൽ കർത്താവിനോട് അപേക്ഷിക്കുമെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ അവൻ നിങ്ങളെ കാക്കും. ഇവിടെ ഏതാ പറഞ്ഞത്? പൂർണ്ണ സമാധാനത്തിൽ കർത്താവ് കാക്കും. എന്തുകൊണ്ടാണ് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ പൂർണ്ണ സമാധാനം ലഭിക്കുന്നത്? അതാണ് 4-ാമത്തെ വാക്യം. യഹോവയാം യാഹിൽ, ദൈവമായ യഹോവയായ യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കും. അല്ലെ, കർത്താവ് ശാശ്വതമായ ഒരു പാറയാണ്. അതുകൊണ്ട് തന്നെ എന്നും അവനിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. ആ ശാശ്വതമായ സ്ഥിരമായ നിലനിൽപ്പുള്ള ഒരു പാറയാണ് കർത്താവ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് അവസ്ഥയിലും അവനിൽ ആശ്രയിക്കാൻ പറ്റും. അല്ലാതെ ചില വിഷയങ്ങളിൽ മാത്രം അവനൊരു പാറയാണ്, മറ്റു വിഷയങ്ങളിൽ പാറയല്ല എന്നല്ല. ശാശ്വത പാറയായ കർത്താവ് നമുക്ക് എന്നും എപ്പോഴും ഏതവസരത്തിലും ഏത് പ്രശ്നത്തിലും എന്ത് വിഷയത്തിലും അവനിൽ ആശ്രയിക്കുവാൻ അവൻ മതിയായവനാണ്. അല്ലേ, ശാശ്വത പാറയായ കർത്താവ്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ശാശ്വതമായ പാറ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, കർത്താവിൽ അങ്ങനെ നമ്മൾ എന്നേക്കും ആശ്രയിക്കുമെങ്കിൽ, എല്ലായ്പ്പോഴും അവനിൽ ആശ്രയിക്കുമെങ്കിൽ. 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്നും എപ്പോഴും ആശ്രയിക്കാന്നുള്ളത് തന്നെയാണ് 3-ാം വാക്യത്തിൽ സ്ഥിരമാനസൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കർത്താവിൽ നമ്മൾ എപ്പോഴും ആശ്രയിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാണും? പൂർണ്ണ സമാധാനം കാണും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പൂർണ്ണ സമാധാനം ഉണ്ടോ? അത് ചില വിഷയങ്ങളിലുണ്ട്, ചില വിഷയങ്ങളിലില്ല. അല്ലേ, എപ്പോഴും സമാധാനം ഉണ്ടോ? സമയബന്ധിതമായിട്ട് അത് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളും, പിന്നെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും എപ്പോഴും സമാധാനമുണ്ടോ? സമയബന്ധിതമായിട്ട് ചിന്തിക്കുമ്പോൾ അല്ലേ, പലപ്പോഴും നമുക്ക് സമാധാനമില്ല. പക്ഷെ എന്താ അതിന്റെ കാരണം? നമ്മൾ പറയും സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ആർക്ക് സമാധാനം വരും? കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായാൽ എനിക്ക് സമാധാനം വരും. ഇന്ന് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അല്ല. ഫിലിപ്പിയർ 4 കൂടെ ഞാൻ ഉദ്ധരിച്ചത്, വിഷയങ്ങളുടെ നടുവിൽ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാൽ മതി, സമാധാനം വരും. അല്ലാതെ പ്രശ്നം തീർന്നിട്ടല്ല സമാധാനം, അത് ലോകത്തിലെ സമാധാനം. നമ്മുടെ സമാധാനം നമ്മൾ ആരിൽ ആശ്രയിക്കുന്നു എന്നത് ആസ്പദമാക്കിയാണ്. അല്ലേ, അപ്പോ പൂർണ്ണ സമാധാനം ഉള്ളിലുണ്ടോ? അപ്പൊ പൂർണ്ണ സമാധാനം ഇല്ലെങ്കിൽ അതിന്റെ മൂല കാരണം ഇന്ന് നമ്മൾ ഈ വാക്യത്തിൽ ഇത് പഠിക്കുകയാണ്. ഞാൻ സ്ഥിരതയോടെ കർത്താവിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പൂർണ്ണ സമാധാനം ഇല്ലാത്തത്. സ്ഥിരതയോടെ നമ്മൾ അവനിൽ ആശ്രയിക്കണം, സ്ഥിരോത്സാഹത്തോടെ ആശ്രയിക്കണം.
സഹിഷ്ണുതയോടെ ആശ്രയിക്കണം, അല്ലേ? അപ്പൊ ആ കാലയളവിനും ആ വിഷയങ്ങളുടെ എല്ലാം കാര്യത്തിലും നമ്മൾ അവനിൽ ആശ്രയിക്കണം, പൂർണ്ണമായിട്ടും അവനിൽ ആശ്രയിക്കണം. ആശ്രയിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്തില്ലാത്തത്? സമാധാനമില്ലാത്തത്. ഇനി എന്തുകൊണ്ടാണ് ആശ്രയിക്കാത്തേ? എന്തുകൊണ്ടാണ് നമ്മൾ ആശ്രയിക്കാത്തേ? നമുക്ക് ഈ വെളിപ്പാടില്ല, 4-ാം വാക്യത്തിലെ വെളിപ്പാട്. അവൻ ശാശ്വത പാറയാണ്. ശാശ്വത പാറയാണെന്നുള്ള വെളിപ്പാട് ഉള്ളിൽ വന്നാൽ ഏതവസ്ഥയിലും നമ്മൾ അവനിൽ ആശ്രയിക്കും, അല്ലേ? പാട്ടുകാരൻ പാടിയതറിയാലോ, കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ. നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ ഈ പാട്ട് പാടും, നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ ദൈവം ഒരു ശാശ്വത പാറയാണ്. ഏതവസ്ഥയിലും എനിക്ക് ചവിട്ടി നിൽക്കുവാൻ ഉറപ്പുള്ള ഒരു പാറ പോലെയാണ് എൻ്റെ ദൈവം എന്നുള്ള വെളിപ്പാടിലൂടെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു ബോധ്യം ലഭിച്ചവൻ സ്ഥിരതയോടെ അവനിൽ ആശ്രയിച്ച് പൂർണ്ണ സമാധാനത്തിൽ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ കുഴപ്പം നമ്മൾ കാണുന്നില്ല. നമ്മൾ ആ പാട്ട് പാടും, കാണുന്നു യാഹൽ. നമ്മൾ കാണുന്നുണ്ടോ? വെളിപ്പാടിലൂടെ നമ്മുടെ അകക്കണ്ണുകൾ ദൈവത്തെ അങ്ങനെയാണോ കാണുന്നേ? എൻ്റെ ശാശ്വതമായ പാറയാണ് എൻ്റെ ദൈവം. അങ്ങനെ കാണാൻ നിങ്ങളെ സഹായിക്കുവാനാണ് ഇന്നത്തെ പ്രസംഗം. നീണ്ട നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പാട്ടിൽ നിന്ന് തന്നെ പ്രസംഗിക്കണമെന്നുള്ളത്. ഈ പാട്ട് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? കാണുന്നു ഞാൻ യാഹിൽ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ. ആ പാട്ടിന്റെ ഒരു പ്രത്യേകത, ആ പാട്ടിലെ കവി ഒന്നും തന്നെ പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ? ആ പാട്ടിലുള്ള എല്ലാ വരികളും വചനത്തിൽ നിന്നാണ്. അതാണ് പഴയ അപ്പച്ചന്മാരുടെ പാട്ടുകളുടെ പ്രത്യേകത. ഇന്നത്തെ പോലെ തോന്നിവാസം എഴുതി വെക്കലല്ല. പണ്ട് കാലത്തെ അപ്പച്ചന്മാരെ വാക്യങ്ങളൊക്കെ എടുത്താണ് പാട്ടാക്കുന്നത്. അവർ പ്രസംഗ കുറിപ്പെടുത്ത് പാട്ടാക്കും. പ്രസംഗത്തിലെ പോയിന്റുകളൊക്കെ പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ടെടുത്ത് നമുക്ക് പ്രസംഗിക്കാം. കാരണം എന്താ? ഇതൊരു മനുഷ്യന്റെ ചിന്തയല്ല, ഇത് എല്ലാം വചനത്തിൽ നിന്നാണ്, അല്ലേ? പണ്ടൊരിക്കൽ ഏതൊരു മീറ്റിംഗ് ഞാൻ പോയപ്പോൾ ഏതോ ഒരു വ്യക്തി പറയുന്നത് കേട്ടു, ഈ പാട്ട് ഞാൻ ജനിച്ച നാളെ ഇത് പാടുന്നുണ്ട്, ഇന്നാണ് മനസ്സിലാക്കി ഇങ്ങനെ ഒരു വാക്യം ഉണ്ടോ, അല്ലേ? നിങ്ങൾ ചിലർക്കും ഈ കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായ ഒരു ശാശ്വത പാറ, ഈ വാക്യത്തിൽ നിന്നാണ് ചിലപ്പോൾ അറിഞ്ഞുകൂടാത്തവർ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഇങ്ങനൊരു വാക്യമുണ്ട്, അതല്ലാതെ കവി പാടിയതല്ല, അല്ലേ? E.V. വർഗീസ് അപ്പച്ചൻ, നമ്മുടെ സാം പാസ്റ്ററിന്റെ പിതാവ് സ്വന്തമായിട്ട് എഴുതിയതല്ല, അത് ബൈബിളിലുള്ളതാണ്. കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയിപ്പാൻ ഒരു ശാശ്വതമായ പാറ. പിന്നീട് അതിനുള്ള കാരണങ്ങളാണ് താഴോട്ട് അപ്പച്ചൻ പറഞ്ഞു വയ്ക്കുന്നത്. അതേ വേദഭാഗങ്ങൾ എടുത്താണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. എന്തിനാണ്? നിങ്ങൾക്ക് ഉള്ളിൽ ഈ വെളിപ്പാട് വരുവാൻ. എൻ്റെ ദൈവം ശാശ്വത പാറയാണ്. എനിക്ക് ഏത് അവസ്ഥയിലും അവസരത്തിലും വിഷയത്തിലും ചാരി നിൽക്കുവാൻ, നിലനിൽക്കുവാൻ, സ്ഥിരതയോടെ നടക്കുവാൻ ഉറപ്പുള്ള, നിലനിൽപ്പുള്ള, നീങ്ങിപ്പോകാത്ത ശാശ്വത പാറയാണ്, നിത്യപാറയാണ് എൻ്റെ ദൈവം. ഈ വെളിപ്പാട് ഉള്ളിൽ വന്നില്ലെങ്കിൽ സ്ഥിരതയോടെ നമ്മൾ അവനിൽ ആശ്രയിക്കില്ല. തോന്നുമ്പോൾ ആശ്രയിക്കും. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, പ്രശ്നം വരുമ്പോൾ ഞാൻ ആശ്രയിക്കും, അല്ലാത്തപ്പോൾ ആശ്രയിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് എന്തില്ല? പൂർണ്ണ സമാധാനമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം അവനിൽ സ്ഥിരതയോടെ ആശ്രയിക്കുന്നവർക്ക് അവൻ എന്ത് നൽകും? പൂർണ്ണ സമാധാനം നൽകും. പക്ഷെ അതാരേ ചെയ്യത്തുള്ളൂ? ദൈവം ശാശ്വത പാറയാണെന്നുള്ള ബോധ്യമുള്ളവനെ ചെയ്യത്തുള്ളൂ. അതിനുള്ള വെളിപ്പാട് ഇന്ന് ദൈവം നിങ്ങൾക്ക് ഈ പ്രസംഗത്തിലൂടെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് 54-ാം അധ്യായം, യെശയ്യാവിൽ തന്നെ 54-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 54:10 അതാണ് ആ പാട്ടിലെ അടുത്ത സ്റ്റാൻസ, അല്ലേ? പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെയും കർത്താവിന്റെ ആ ഉറപ്പിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ശാശ്വത പാറയാണ് നമ്മുടെ ദൈവം. ഭൂമിയിലെ പാറകൾ, പർവ്വതങ്ങൾ, കുന്നുകൾ, അല്ലെ? നമ്മൾ സാധാരണ കുലുങ്ങിപ്പോകാത്ത അനങ്ങാപ്പാറ എന്നൊക്കെ പറയത്തില്ലേ ചിലരെ കുറിച്ച്? അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ മലകളെ കുറിച്ചൊക്കെയാണ്. പക്ഷെ ആ മലകൾ പോലും എന്ത് പറ്റും? നീങ്ങിപ്പോകും, അല്ലെ?
അത് നമ്മൾ ചോദിക്കും എപ്പോൾ നീങ്ങിപ്പോകും? അക്ഷരാർത്ഥത്തിൽ നീങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിന്റെ രണ്ടാം വരവിൽ, പ്രത്യേകിച്ച് യെരൂശലേമിനെ സംബന്ധിച്ച് ഒരുപാട് പ്രവചനങ്ങളുണ്ട്. അതിന്റെ ഭൂമിശാസ്ത്രം തന്നെ മാറിപ്പോകും. സെക്കറിയാവ് 14, യെശയ്യാവ് 2 എടുത്ത് വായിച്ചാൽ അറിയാം. യെരൂശലേമിൽ ഒരു ഭൂമി കുലുക്കം സംഭവിച്ചിട്ട് അതിന്റെ ഭൂമിശാസ്ത്രം മാറും. ആലയം ഇരിക്കുന്ന പർവ്വതം പൊങ്ങി വരും. അതൊക്കെ ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ കാവ്യാത്മക ഭാഷയാണ്. നല്ല, അത് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുകയാണ്. കാരണം കർത്താവ് മടങ്ങി വന്ന് സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്ത് ഈ ആലയത്തിൽ ഇരുന്ന് ഭരിക്കും ഭൂമി മൊത്തം. അതാണ് അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം. അപ്പൊ ആ സംഭവത്തിന് മുന്നോടിയായിട്ട് ഭൂമിയിലെ പർവ്വതങ്ങളും മലകളും കുന്നുകളും ഒക്കെ നീങ്ങും. നമ്മൾ ഇന്ന് പറയാം അതൊന്നും അനങ്ങാപ്പാറകളാന്ന്, പക്ഷെ അത് നീങ്ങും. ഭൂമിയിലെ പാറകൾ നീങ്ങും, എങ്കിലും എന്റെ ദയ. കേട്ടോ, നമ്മുടെ കർത്താവ് ശാശ്വത പാറയാണെന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അവന്റെ ദയ. ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ദയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. കർത്താവിന്റെ ജനത്തോടുള്ള കർത്താവിന്റെ പ്രതിബദ്ധതയാണ് അവന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എന്റെ സമാധാന നിയമം, അതായത് സമാധാന ഉടമ്പടി നീങ്ങിപ്പോകുകയുമില്ല. എന്ത് വലിയ വാക്തത്വം അല്ലെ! ദൈവജനത്തോട് കർത്താവ് പറയാണ്, ഭൂമിയിലുള്ള വസ്തുതകളൊക്കെ മാറും, എല്ലാരും നീങ്ങിപ്പോകും. ഇവിടെ ഒന്നും നമുക്ക് സ്ഥായിയായിട്ടില്ല, ഇതൊന്നും നമുക്ക് അടിത്തറ ഭാഗത്തില്ല, അടിസ്ഥാനമാക്കി വെക്കരുത്. എന്റെ ദയ നീങ്ങിപ്പോകാത്ത ദയയാണ്. ഞാൻ നിന്നോട് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമാധാനത്തിന്റെ ഉടമ്പടി നീങ്ങിപ്പോകത്തില്ല. അല്ലെ, ഏതായി സമാധാനത്തിന്റെ ഉടമ്പടി? പുതിയ നിയമത്തിന്റെ വേറൊരു പേരാണ്. ഇവിടുത്തെ പശ്ചാത്തലം, ഇത് പ്രവചനാത്മാവിൽ യെശയ്യാവ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ചരിത്രത്തിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രവും അവസാനം കർത്താവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായിട്ട് അവരും രക്ഷിക്കപ്പെടും. ജാതികളൊക്കെ രക്ഷിക്കപ്പെട്ട അവസാനം അവരും രക്ഷിക്കപ്പെട്ട അവരും ഒരു രാജ്യം എന്ന രീതിയിൽ പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇനി ഞാൻ നിങ്ങളോട് കോപിക്കുകയോ ഭത്സിക്കുകയോ ചെയ്യുകയില്ല. ഇസ്രായേൽ ചരിത്രം മുഴുവൻ അറിയാമല്ലോ. അവര് പാപം ചെയ്യുന്നു, പിന്നെ ഭത്സിക്കുന്നു, കോപിക്കുന്നു, അവരെ ചിതറിക്കുന്നു, പിന്നെ മടക്കി കൊണ്ടുവരുന്നു, പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെയും ചിതറിക്കുന്നു. ഇനി അങ്ങനെ ഒരു ചിതറിപ്പോക്ക് ഇല്ലാത്ത വണ്ണം നിങ്ങൾ പൂർണ്ണമായിട്ടും പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു നാൾ വരുന്നു. അതാണ് പുതിയ ഉടമ്പടിയിലൂടെ കർത്താവ് ചെയ്യുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഇസ്രായേൽ ജനവും അവസാനം അനുഭവിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആ സമാധാന നിയമം നീങ്ങിപ്പോകില്ല. അല്ലെ, അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടോ, എന്റെ ദയ ഒരിക്കലും നീങ്ങിപ്പോകില്ല, എന്റെ സമാധാനം നീങ്ങിപ്പോകില്ല. അതായത് നിന്റെ പാപ വിഷയം കാരണം നിന്നെ ഒരു നാളെ ഞാൻ തള്ളിക്കളയാത്ത വിധം നിന്നിൽ എന്റെ വീണ്ടെടുപ്പ് ഞാൻ നിവർത്തിക്കും. അല്ലേ, എന്ത് വലിയ ഒരു നിയമം, ഒരു ഉടമ്പടിയാണ് ദൈവം നമ്മളോട് ചെയ്തിരിക്കുന്നത്. അല്ലേ, നമ്മള് എടുക്കുന്നില്ല. എബ്രായർ 8 എടുത്ത് വായിക്കുമ്പോൾ അറിയാം, പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള യെരമ്യാവിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന വാക്യങ്ങൾ നമുക്കറിയാം. കർത്താവ് നമുക്ക് തരുന്ന മഹാദയ, അല്ലെ, ഇനി നിങ്ങളുടെ അകൃത്യങ്ങൾ ഞാൻ ഓർക്കുകയില്ല. അത് തന്നെ ഇവിടെ പറഞ്ഞു. ഇനി ഭത്സിക്കലും ഇല്ല, ഇനി കോപിക്കലും ഇല്ല, ഒന്നുമില്ല. ആ സമാധാന നിയമം, ഇനി ദൈവമായിട്ട് നമുക്ക് സമാധാന ബന്ധത്തിൽ നടക്കാം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള യുദ്ധം നീങ്ങി. കാരണം എന്താ? നമ്മളിപ്പോ വായിച്ചു കേട്ടത് മത്തായി 20 മറുവിലയായിട്ട് യേശുക്രിസ്തു രക്തം ചീന്തി. അതുകൊണ്ടാണ് സമാധാനം. ഈ ദൈവമായിട്ടുള്ള സമാധാനമാണ് ആത്യന്തികമായ സമാധാനം, അല്ല സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളിലുള്ള സമാധാനമല്ല. ദൈവവുമായിട്ട് നമുക്കിനി സമാധാനത്തിൽ ജീവിക്കാൻ. കാരണം യേശുക്രിസ്തു മറുവിലയായി തന്റെ സ്വന്തം ശരീരം എന്ന തിരശീല ചീന്തി നമുക്കൊരു പുതുവഴി തുറന്നു തന്നിരിക്കുകയാണ്. ദൈവവുമായിട്ട് നമുക്കിനി സമാധാനത്തിൽ ജീവിക്കാം. അത് നീങ്ങിപ്പോകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അല്ലെ, അതാണ് അപ്പച്ചൻ അവിടെ എഴുതിയത്. കുന്നുകൾ അകലും, അല്ലെ, പർവ്വതങ്ങൾ നീങ്ങുകില്ല അവന്റെ ദയയിൽ നിന്ന്. അല്ലെ, നിലനിൽക്കും സമാധാന നിയമവും നിത്യവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ കർത്താവിൽ ശാശ്വത പാറ കാണുന്നു. ഇത് ശാശ്വതമായ ഒരു നിയമമാണ്, ശാശ്വതമായ ദയയാണ്. അല്ലെ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം, നിങ്ങളെയൊക്കെ ഒന്ന് രക്ഷിച്ച്. അങ്ങനെ പരീക്ഷിക്കലല്ല, നീയൊക്കെ ഒന്നെങ്കിൽ വാ നോക്കട്ടെ നിന്നെ രക്ഷിക്കാൻ പറ്റും. അല്ലെ, നമ്മൾ ചില പിള്ളേരെയൊക്കെ ചില ട്യൂഷൻ ക്ലാസ്സിന് കൊണ്ടുപോകുമ്പോൾ സാറുമാർ അങ്ങനെ പറയും, നോക്കാം, ഉറപ്പൊന്നും പറയുന്നില്ല, ഇവനെയൊക്കെ പഠിപ്പിച്ച് ജയിപ്പിക്കാൻ പറ്റുമെന്ന്. അല്ലെ, അതായത് എന്താണ്, പൊട്ടി സഹകരിക്കുന്ന അനുസരിച്ചൊക്കെ ഇരിക്കുമെന്ന്.
നമ്മളെപ്പോലത്തെ ഒരു കാശിനും കൊള്ളാത്ത ഭാവികളോട് കർത്താവ് പറയണം, അങ്ങനെ നിങ്ങളുടെ സഹകരണമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ രക്ഷിക്കാന്നല്ല, നിന്നെ ഞാൻ രക്ഷിക്കും, അല്ലേ? ഞാൻ ഉറപ്പുള്ള രക്ഷകനാണ്, അല്ലേ? അപ്പൊ കർത്താവ് പറയാം, ഞാൻ എൻ്റെ ദയ നിങ്ങളിൽ നിന്ന് ഒരിക്കലും നീക്കുകയില്ല, സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. കർത്താവുമായിട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് നമുക്ക് എപ്പോഴും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പൊ പാപം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളോട് ആകെക്കൂടെ ഒരു കാര്യം ബൈബിൾ പറയുന്നുള്ളൂ, പാപം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റുപറയണം, അല്ലെ? പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ എന്ത് ചെയ്യും? 1 യോഹന്നാൻ 1:9 പറഞ്ഞിരിക്കുന്നത് ചെയ്യും. എന്താണ്? നമ്മുടെ പാപങ്ങൾ പോക്കുവാനും ക്ഷമിക്കുവാനും നമ്മളെ സകല അനീതിയിൽ നിന്ന് ശുദ്ധീകരിക്കുവാനും ദൈവം വിശ്വസ്തനും നീതിമാനുമായിരിക്കുന്നു. കേട്ടോ, നമ്മുടെ പാപങ്ങളെ ദൈവം അത്രേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഏറ്റുപറഞ്ഞാൽ അതിൽ നിന്ന് കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ വിടും. കേട്ടോ, നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാറുണ്ടോ, നമ്മൾ ദൈവം നീതിമാനാന്ന് പറയുമ്പോൾ എന്തോ ചിന്തിക്കുന്നത്? ഇങ്ങനെ പാപങ്ങളുമായിട്ട് സംബന്ധിച്ച് ഒരാൾ വന്ന് പറയുന്നത് ദൈവം നീതിമാനാണ്. നമ്മൾ എന്തോ സാധാരണ ചിന്തിക്കുന്നത്? ദൈവം നീതിമാനാണ്, അതുകൊണ്ട് എല്ലാ പാപങ്ങളെയും ശിക്ഷിക്കും. അതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പക്ഷേ വചനം പറയുന്നത് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ ദൈവം നീതിമാനാണ്. അത് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? കാരണം ഈ ദയ നീങ്ങിപ്പോകാത്ത ദയ. നിങ്ങൾ പാപം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അനുഭവത്തിൽ ദൈവം കാണത്തില്ല. പക്ഷെ ദൈവം ഒരിടത്തും പോയിട്ടില്ല. ദൈവം അവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ പിതാവൊക്കെ തന്നെ, അല്ലേ? അത് പിതാവ് അല്ലാതായോ? പെട്ടെന്ന് ഇല്ല. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞെന്തെങ്കിലും കുറ്റം ചെയ്ത കുഞ്ഞല്ലാതാവൂ? ഏതാ കൊച്ച് എന്ന് പറയൂ? അപ്പുറത്തെ കൊച്ചെന്ന് പറയൂ? ഇല്ല, കൊച്ചു തന്നെ. പക്ഷേ ഇപ്പൊ നമ്മുടെ ബന്ധം അത്ര നല്ലതൊന്നുമല്ല, അടിയൊക്കെ കൊടുത്തിട്ടിരിക്കുക, അല്ലേ? എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ ആ പിതാവിന്റെയും പുത്രന്റെയും ബന്ധമൊക്കെ ഇച്ചിരി മാറി വലുതൊക്കെ വരുമായിരിക്കും, പാവം വരും. പക്ഷെ അത് ഏറ്റു പറഞ്ഞാൽ ഉടനെ മടക്കി വിളിക്കും. അതോ അങ്ങനെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. നമ്മൾ പലപ്പോഴും നീതിമാൻ എന്ന് പറഞ്ഞിട്ട് ദൈവം ദണ്ഡിക്കും, ദൈവം ശിക്ഷിക്കുന്ന കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്യന്തികമായിട്ടും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല. അപ്പൊ അവന്റെ ശാശ്വതമായ ദയ, നിത്യദയ, അല്ലേ? ആ കൃപ, ആ ദയ നമ്മൾ കാണുന്നുണ്ടോ? അതുകൊണ്ടാണ് ഏതവസരത്തിലും നമുക്ക് അവനിൽ ആശ്രയിക്കാൻ പറ്റും. അയ്യോ, ഞാൻ കുറച്ചു ദിവസമായി പാപമൊക്കെ ചെയ്ത് ഇനി എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കും? പോയി ഏറ്റു പറയുക. അവൻ പാപക്ഷമ നൽകി നിങ്ങളുടെ ദയയിലേക്ക് വീണ്ടും, അല്ലെ, അവന്റെ കൃപ അനുഭവത്തിലേക്ക് നിങ്ങളെ വീണ്ടും ചേർക്കും. അതുകൊണ്ട് നിത്യദയുള്ള ദൈവമാണ്, ശാശ്വതമായ ദയയുള്ള ദൈവമാണ്. അതുകൊണ്ട് എന്താണ്? അവനിൽ എപ്പോഴും നമുക്ക് ആശ്രയിക്കുവാൻ കഴിയും. അപ്പൊ പാപം ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ബാലശിക്ഷയാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. അതാണ് അടുത്ത ഈരടിയിൽ പറയുന്നത്. സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. സങ്കീർത്തനം ഇടത്തോട്ട് മറിച്ച് സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 30:5. നമ്മളും ദൈവവും പാപവുമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ കണ്ടു, അവൻ ദയ കാണിക്കുന്നവനാണ്, അവന്റെ സമാധാന നിയമം ഒരു നാളും നീങ്ങിപ്പോകുകയില്ല. പുതിയ ഉടമ്പടിയിൽ കടന്നു വന്ന സ്ഥിതിക്ക് ഇനി ആ ഉടമ്പടി നീങ്ങിപ്പോകുകയില്ല. കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടു. അപ്പൊ ബാലശിക്ഷയുടെ കാര്യം വരുമ്പോഴും സങ്കീർത്തനങ്ങൾ 30:5 വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യങ്കൽ കരച്ചിൽ വന്ന രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ആരോടാ ഈ പറയുന്നേ? 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. യഹോവയുടെ വിശുദ്ധന്മാരെ നിങ്ങൾ സ്തുതിക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞിരിക്കുകയാണ്. ഈ വിശുദ്ധന്മാരെ സംബന്ധിച്ച്, രക്ഷിക്കപ്പെട്ട ജനത്തെ സംബന്ധിച്ച് അവന്റെ കോപം ക്ഷണനേരത്തേക്ക്, അല്ലേ? അല്ലാതെ മറ്റുള്ളവരെ കുറിച്ചല്ലേ ഈ പറയുന്നത്. മറ്റുള്ളവരോട് ദൈവത്തിന്റെ കോപം നിത്യകോപമാണ്. അവർ നരകത്തിൽ പോയി നിത്യമായിട്ട് അനുഭവിക്കണം. പക്ഷെ രക്ഷിക്കപ്പെട്ട പൈതലിന് ക്ഷണനേരത്തേക്കേ ഉള്ളൂ കോപം. നമ്മളൊരു പാപം ചെയ്തു, ദൈവം കോപിക്കുന്നു, നമ്മൾ ഏറ്റു പറയുന്നു, ദൈവം തിരിച്ചു പിടിക്കുന്നു, തീർന്നു. കണ്ടോ? അതാ നമ്മുടെ അനുഭവം. കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാ പ്രസാദമോ ജീവാന്ത്യത്തോളം. അങ്ങനെ പാട്ടി പറഞ്ഞിരിക്കുന്നു, അല്ലേ? ജ്വലിക്കലും കോപം ക്ഷണനേരം മാത്രം, അവന്റെ പ്രസാദമോ ജീവാന്ത്യത്തോളം, അല്ലെ? സന്ധ്യയിൽ കരച്ചിലൊക്കെ വന്ന് രാപ്പാർക്കും. രാത്രി കരച്ചിലൊക്കെ ആയിരിക്കും, പക്ഷെ രാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴത്തേക്ക് ആനന്ദഘോഷം, അല്ലേ?
അപ്പൊ കർത്താവ് നമ്മളെ പോലൊന്നുമല്ല പ്രതികാര മനോഭാവത്തോട് ഇങ്ങനെ ഇരിക്കുകയല്ല. എടാ മിനിഞ്ഞാൻ നീ പാപം ചെയ്തില്ലടാ, ഇനി ഒരു 10 ദിവസത്തേക്ക് ഞാൻ മിണ്ടത്തില്ല. അങ്ങനത്തെ നമ്മളോട് ഈ മുഖം മറച്ചു കളയുന്ന കർത്താവ്. നമ്മളെപ്പോ കർത്താവിനോട് പോയി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാലും പഴയതുപോലെ നമ്മളോട് പ്രസാദം കാണിക്കും, അല്ലേ? അല്ലാതെ 1 യോഹന്നാൻ 1:9 അവസാനം ഒന്നും പറഞ്ഞിട്ടില്ല 30 പാപങ്ങൾക്ക് ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. ജീവിതത്തിൽ 30 പാപം കഴിഞ്ഞാൽ പിന്നെ 1 യോഹന്നാൻ 9 ഇല്ല. പിന്നെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എപ്പോ പാപം സംഭവിച്ചാലും അത് ഏറ്റുപറഞ്ഞാൽ ദൈവം നീതിമാനും വിശ്വസ്തനുമാണ്, അത് പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ. നമ്മളാണ് ഈ നമ്പറൊക്കെ വെച്ചിരിക്കുന്നത്. അയ്യോ, എന്നാലും ഞാൻ 1950 പ്രാവശ്യം വീണ്ടും പാപം ചെയ്തല്ലോ. അങ്ങനെ ഒരു ചിന്ത നല്ലതാണ്. പക്ഷെ നമ്മൾ അത് വെച്ചിട്ട് ദൈവത്തെ കുറയ്ക്കരുത്. ദൈവത്തിന് അത്രേ ഗോള് ദയാ, ഇനി എന്നെ പൊറുക്ക. ചിലരുണ്ടാകും ഇനി എന്നെ ദൈവത്തിന് പൊറുക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയുന്നവരുണ്ട്, അല്ലേ? അതല്ല, നമ്മള് പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, താഴ്മയോടെ അവന്റെ സന്നിധി വരുമെങ്കിൽ നമ്മൾ മനസ്സിലാക്കും കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, പ്രസാദമോ ജീവപര്യന്തം, അല്ലേ? രാത്രി കരഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പാപമൊക്കെ ഏറ്റു പറഞ്ഞ് ഉറങ്ങാൻ കിടക്കും. രാവിലെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പം ഇന്നലെ ഒന്നും സംഭവിക്കാതെ പോലെ ദൈവം നമ്മളെ വരവേൽക്കും. ഇത് രുചിച്ചറിഞ്ഞവർക്ക് അറിയാം ഇത്, അല്ലേ? നമ്മൾ ദൈവം അങ്ങനെ സ്കോറും വെച്ചുകൊണ്ടിരിക്കുകയല്ല. നീ ഇന്നലെയും ചെയ്തു, കഴിഞ്ഞ ആഴ്ചയും ചെയ്തു എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രതികാര മനോഭാവത്തോടെ അടി കൊടുക്കാൻ നടക്കുന്ന ഒരു ഹെഡ് മാസ്റ്റർ അല്ല നമ്മുടെ ദൈവം. പലരുടെയും ദൈവത്തെ കുറിച്ചുള്ള ചിന്ത അതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കണക്കൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നിന്നെയൊക്കെ എന്തിനാടാ ഞാൻ രക്ഷിച്ചതെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവം അതല്ല നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശാശ്വത പാറയായിട്ട് തോന്നാത്തത്. ദൈവത്തിന്റെ ആ കൃപയെ കുറിച്ച് നല്ല വെളിപ്പാട് വരണം ശാശ്വത പാറയായിട്ട് കാണണമെങ്കിൽ. ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് 103 സങ്കീർത്തനം. ഇതിനോട് ചേർന്ന് തന്നെ വായിക്കേണ്ടതാണ്, അല്ലേ? അടുത്തതായിട്ട് പാട്ടി പറഞ്ഞിരിക്കുന്നത് 103 സങ്കീർത്തനം, അതിന്റെ 10-ഉം 11. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, ചെയ്യുവതില്ല അവൻ നമ്മൾ പാപത്തിനൊത്ത പോലെ, അല്ലേ? അങ്ങനെയാണ് പാട്ടി പോകുന്നത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. അകൃത്യങ്ങൾ എന്നാണ് വേഴ്സിലൊക്കെ കൃത്യങ്ങൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റാ. പാട്ടിലും അപ്പച്ചനും എഴുതിയത് അങ്ങനല്ല, അല്ലേ? ചെയ്യുവതില്ല അവൻ നമ്മൾ പാപത്തിനൊത്തപ്പോൾ പ്രതിഫലം അരുളുന്നില്ല അവൻ അകൃത്യങ്ങളും ഗണിച്ച്. വേഴ്സിൽ എഴുതി വെച്ചിരിക്കുക പ്രതിഫലം അരുളുന്നില്ല അവൻ കൃത്യങ്ങൾ ഗണിച്ചത്. അത് തെറ്റാ. അകൃത്യങ്ങൾ ഗണിച്ചത് ബൈബിൾ ഉള്ളതാണ്. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നുമില്ല. അപ്പൊ ബാലശിക്ഷ തരുമ്പോ പോലും ദൈവം എന്താ ചെയ്യുന്നത്? ദയ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാരും ശ്രദ്ധിച്ചോ? അത് പാപം ചെയ്യുമ്പോൾ ദൈവം ബാലശിക്ഷയൊക്കെ തരും, പക്ഷെ പാപത്തിന് ഒത്തവണ്ണം തരാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ചെയ്ത പാപത്തിന് ഒത്തവണ്ണമുള്ള ദൈവക്രോധം നിങ്ങളുടെ മേൽ കിട്ടാൻ എന്തോ പറ്റും? നിങ്ങൾ നശിച്ചു പോകും. ഞാനും നിങ്ങളും ദൈവക്രോധത്തിന്റെ പൂർണ്ണത അനുഭവിച്ചാൽ നരകത്തിൽ പോയി നശിക്കുന്ന പോലെ ആയി പോകും. അപ്പൊ ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിന് ആനുപാതികമായ അടിയൊന്നും അല്ല. നമ്മളുടെ ബോധ്യത്തിലേക്ക് വരാൻ വേണ്ടി ഒരു ചെറിയ അടിയാണ്, അല്ലെ? നമ്മൾ പിള്ളേരൊക്കെ ഉള്ളവർക്ക് അറിയാം, ചെയ്ത കുറ്റത്തിന് ഒത്തവണ്ണം വെച്ച് അടിയെ കൊടുത്താൽ ചിലപ്പോൾ കൊച്ചു ചത്തുപോകും. അങ്ങനത്തെ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത്. നമ്മൾ ഈ കൊച്ചിന് ബോധ്യം വരാൻ വേണ്ടി ഒരടി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ അടിക്കുമ്പോ പോലും ദയയാണ് കാണിക്കുന്നത്. അല്ലാതെ പാപത്തിനൊത്തവണ്ണമുള്ള അടിയൊന്നും നമുക്ക് തരത്തില്ല. കാരണം പാപത്തിനൊത്തവണ്ണമുള്ള അടി വേറൊരാൾ നമുക്ക് വേണ്ടി കൊണ്ടു. അതാണ് ക്രൂശ്. ക്രൂശിലാണ് പാപത്തിനൊത്തവണ്ണമുള്ള പ്രതികാരം ദൈവം ചെയ്തത്. അത് സഹിക്കാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ, ക്രിസ്തുയേശു. ഇനി മനുഷ്യൻ സഹിക്കണമെങ്കിൽ പാപത്തിനൊത്തവണ്ണമുള്ള അടി മനുഷ്യൻ സഹിക്കണം, എന്തോ ചെയ്യണം? നരകത്തിൽ പോയി നിത്യ യാതന സഹിക്കണം. യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ് 3 മണിക്കൂർ കൊണ്ട് കാര്യം നിവർത്തിച്ചെടുത്തത്. മനുഷ്യനാണെങ്കിൽ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇത് ഭക്തന്മാരോട് എഴുതിയിരിക്കുന്നത്, നമ്മളോട് കർത്താവ് പാപങ്ങൾക്കൊത്തവണ്ണം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന അടിയും നല്ല ദയ ചേർത്തിട്ടുള്ള അടിയാണ്, അല്ലെ? ഗ്രേസ് മാർക്ക് പോലെ ഗ്രേസ് അടിയായത്, അല്ലെ? കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആകാശം 11-ാം വാക്യം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. അവിടെ ആകാശം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാലോ, പ്രപഞ്ചമാണ്, ഹെവൻസ്. നമ്മൾ ഈ കാണുന്ന ആകാശം അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം അല്ല.
ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തെയാണ്. ഈ പ്രപഞ്ചം ഭൂമിയിൽ നിന്ന് എത്രമാത്രം ദൂരെയാണോ അതെത്ര, ആ കണക്കൊന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ ദയക്ക് ഒരു കണക്കിടാൻ പറ്റും അല്ലേ? നിങ്ങൾക്കറിയാവോ, പ്രപഞ്ചത്തിന്റെ ഉയരം കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചം നിശ്ചിത അളവുള്ള ഒരു പ്രപഞ്ചമല്ല. അത് നിങ്ങൾക്കറിയാവോ? ഇപ്പൊ തൊട്ടപ്പുറത്തെ പറമ്പ് എത്ര അളവാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ കൂടെ പോയി കുറച്ച് മറ്റേ ചങ്ങലയൊക്കെ എടുത്തുകൊണ്ട് വന്നു അളക്കാൻ പറ്റും. ഇത് 5, 6 ആണെന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ ഏക്കറാണ്, മറ്റേതാണ് പറയും, സെന്റ് ആണെന്നൊക്കെ പറയാം. പ്രപഞ്ചം അങ്ങനെ അളക്കാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയോ, ഈ പ്രപഞ്ചം അങ്ങനെ ഒരു നിശ്ചിത അളവുള്ള ഒരു ഭൗതിക യാഥാർത്ഥ്യം അല്ലെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെന്താ കാരണം? പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടുന്ന് മറ്റേ വെളിച്ചം അയച്ചു, ടെലിസ്കോപ്പ് അയച്ചു, അതൊക്കെ വെച്ചിട്ട് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടി പറയുന്നത് ഇതുവരെ പ്രപഞ്ചം വളർന്നു തീർന്നില്ല, ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ കുട്ടികളുടെയൊക്കെ പൊക്കം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പൊക്കമൊക്കെ 5 അടി 4, 5 അടി 5, 5 അടി 6, 6 അടി തീർന്നു. 1, 2 വയസ്സിലൊന്നും നമുക്കത് പറയാം. കാരണം ഇങ്ങനെ ഇന്ന് കാണുന്ന കുട്ടി നാളെ കണ്ട് പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഇതുവരെ വളർന്നു തീർന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന് ഈ ഭൂമിയിൽ നിന്നുള്ള ദൂരം നിശ്ചിത അളവൊന്നും ഇല്ല. ഈ വാക്യം ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാലത്തും അത് കണ്ടുപിടിക്കാനും പോകുന്നില്ല. കാരണം എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, അവന്റെ ദയ ഈ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പൊ എത്ര ദൂരെയാണ് പ്രപഞ്ചം ഭൂമിയിൽ നിന്ന്? അളവില്ല. അപ്പൊ എത്ര ദയയുണ്ട് ദൈവത്തിന് തന്റെ ഭക്തന്മാരോട്? അളവില്ലാത്ത ദയ, അതിരില്ലാത്ത ദയ. കേട്ടോ, ഇതാണ് നമ്മുടെ ദൈവത്തിന് നമ്മളോടുള്ള ദയ. ആ ദയ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അടി തരുമ്പോഴും ദയോടെ തരുന്നത്, പാപത്തിനൊത്തവണ്ണമുള്ള അടി തരാത്തത്. നമ്മുടെ ദൈവത്തിന്റെ ദയ കണ്ടോ. അപ്പൊ ഇത്ര അളവില്ലാത്ത അതിരില്ലാത്ത ദയയുള്ള ദൈവമാണെന്നുള്ള വെളിപ്പാട് ഉള്ളിൽ വന്നാൽ എന്താകും? ശാശ്വത പാറയാണ് എന്റെ ദൈവം. എപ്പോഴും ഈ ദൈവത്തിൽ കണ്ണും പൂട്ടി വിശ്വസിക്കാം. ഇത്ര അളവില്ലാത്ത, ഇത്ര വലിപ്പമുള്ള വൻ കൃപയുള്ള ദൈവം അല്ലെ നമുക്കുള്ളപ്പോ എപ്പോഴും ആശ്രയിച്ചൂടെ? എപ്പോഴും ആശ്രയിച്ച പൂർണ്ണ സമാധാനം അനുഭവിച്ചൂടെ? അല്ലെ? അതുകൊണ്ടാണ് അപ്പച്ചൻ എഴുതിയത് അല്ലെ, ചെയ്വതിൽ അവൻ നമ്മൾ പാപത്തിനൊത്ത പോലെ അല്ലെ, പരന്തയ ഭക്തർമേൽ വലിയത് തന്നെ. അപ്പൊ എപ്പോഴും ഓർക്കണം, ഈ വലുതെന്ന് പറഞ്ഞാൽ എന്താ? 4 അടി 5 അടി 6 അടി ഒന്നുമല്ല. ഈ പ്രപഞ്ചം അളക്കാൻ പറ്റാത്ത ഈ പ്രപഞ്ചം പോലെ അളവില്ലാത്ത അതിരില്ലാത്ത ദയ നമ്മളോട് ദൈവത്തിനോ അല്ലേ? അപ്പൊ നമ്മൾ പാപം ചെയ്താൽ നമുക്ക് ഏറ്റുപറഞ്ഞ സമാധാന നിയമം, കാരണം അവനുമായിട്ട് സംസർഗത്തിൽ ജീവിക്കാം. കോപിക്കുമ്പോഴും ക്ഷണനേരം മാത്രം, അടി തരുമ്പോഴും ഒത്തവണ്ണമല്ല അല്ലെ? ദൈവത്തിന്റെ ആ മഹാദയ ഒന്ന് കണ്ടേ. ഇനി അതിനോട് ചേർത്ത് വീണ്ടും യെശയ്യാവിലേക്ക് മടങ്ങി വരാം. യെശയ്യാവ് 42:3 അടുത്ത പാട്ടിലെ അടുത്ത സ്റ്റാൻസ് അവിടുന്നാണ്. 42-ാം അധ്യായം യെശയ്യാവ്, അതിൻ്റെ 3-ാമത്തെ വാക്യം. യെശയ്യാവ് 42:3 എല്ലാവരും എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, ധൈര്യപ്പെടുകയില്ല. ഒടിക്കുകിലവനേറ്റം ചതഞ്ഞതാമോട. ആ സ്റ്റാൻസ ഈ വാക്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചതഞ്ഞ ഓട. അപ്പൊ ഈ ഓട എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഓടയെ അറിയാവുള്ളൂ, മറ്റേ നാറുന്ന ഓട. ആ ഓടയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഇത് പഴയ മലയാള ഓടയാണ്. ഇതേതാ ഈ ഓട? ഓട എന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെയൊക്കെ ശിഖരം, കൊമ്പ്, ബ്രാഞ്ച് അല്ലേ, അത് ചതഞ്ഞു പോയി അല്ലേ. പിന്നെ തിരി ഇങ്ങനെ പുക വമിച്ചു തുടങ്ങി, കരിന്തിരി കത്താറായി. നമ്മളൊക്കെയാണ് എന്തോ ചെയ്യും? ഒടിഞ്ഞ്, നീ എന്താ ഇത് വെറുതെ ഭാരം ഒടിച്ച് ദൂരക്കളയും അല്ലേ. തിരി കെടാറായി, അവൻ കെടുത്തിക്കള. കരിന്തിരി കത്തുന്നത് ഐശ്വര്യക്കേടെന്ന് പറയും. പിന്നെ മൂക്കിനൊക്കെ വലിയ പ്രയാസം, കരിഞ്ഞ മണം അല്ലേ. ഇവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇത് കർത്താവിനെ കുറിച്ച് അവൻ പറഞ്ഞിരിക്കുന്നത്. കാരണം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ
വൃതൻ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. ഇത് മശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇനി കുറച്ചുകൂടെ വിശ്വസിക്കണമെങ്കിൽ മത്തായി 12 എടുത്ത് വായിച്ചാൽ മതി. മത്തായി 12 ഇതേ വാക്യം പരിശുദ്ധാത്മാവ് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്യമാണ്. അപ്പോ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല. എന്താ അതിന്റെ അർത്ഥം? ബലഹീന പാത്രങ്ങളെ തള്ളിക്കളയത്തില്ല. നിങ്ങൾ കേട്ടോ അത്? അപ്പൊ നമ്മള് ചിന്തിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് പാപം വന്നു, പിന്നെ ബാലശിക്ഷ വന്നു, പിന്നെ അതിൽ നിന്ന് നമ്മള് സമാധാനത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ തന്നെ കർത്താവെ, എന്നെ കൊണ്ടൊന്നും ഒരു ഗുണമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ചതഞ്ഞ ഓടെ ഒടിക്കുന്നവനല്ല ഞാൻ. അയ്യോ, ഞാനൊരു ബലഹീന പാത്രം. ഞാനെന്ന് പറയുന്ന ക്രിസ്ത്യാനിയെ കൊണ്ട് യേശുക്രിസ്തുവിന് ഒരു പ്രയോജനവും ഇല്ല, അല്ലെ? ചതഞ്ഞ ഒരു ശിഖരമല്ലേ, കൊമ്പ് ഒരു മരത്തിലിരുന്ന എന്തെങ്കിലും ഗുണമുണ്ടോ? ചുമ്മാ അതിന്റെ ജീവനൊക്കെ വലിച്ചിട്ട് ഒരു ഫലവും വരുന്നില്ല. അപ്പൊ വെറുതെ മെനക്കേട. ഇതങ്ങ് ഒടിച്ചു കളഞ്ഞാൽ മറ്റു കൊമ്പുകൾക്കൊക്കെ കിട്ടും ഇതിന്റെ സത്ത്, അല്ലെ? വേരിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ അത് കുടിക്കട്ടെ. ഇത് വെറുതെ പാഴ്. സഭയിൽ വന്നിരിക്കും മനുഷ്യനെ മെനക്കെടുത്താന്. സഭയിൽ കുറെ കസേരയൊക്കെ ചുമ്മാ ചൂടും കൊടുത്തേച്ച് പോകും എന്ന് പറയുന്നവരാണ് ഈ ചതഞ്ഞ ഓട. പക്ഷെ ചതഞ്ഞ ഓട എന്ത് ചെയ്യുന്നില്ല? കർത്താവ് ഒടിച്ച്, നീ പോടാ, നിന്നെയൊക്കെ രക്ഷിക്കാൻ പോയ സമയത്ത് വേറെ വല്ലവരും രക്ഷിച്ചാൽ മതി എന്ന് കർത്താവ് പറയത്തില്ല, അല്ലെ? ഇത് പല പ്രസംഗകർക്കും അറിഞ്ഞൂടാ. അവരിങ്ങനത്തെ ഓടയൊക്കെ ഓടിക്കാൻ നടക്കുന്നവരാണ്. പ്രത്യേകിച്ച് എന്നെ പോലെ വിശുദ്ധി പ്രസംഗിക്കുന്നവർ ചതഞ്ഞ ഓടയൊപ്പം കിട്ടിയാ ഓടിച്ച് ഓടാ അവിടുന്ന്. എന്നാ കർത്താവ് അങ്ങനല്ല, ഓട ഒടിക്കത്തില്ല. തിരിയൊക്കെ കെടാറായി. നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ വെളിച്ചമൊന്നും നിങ്ങൾക്ക് പോലും മുൻപിലത്തെ പാത കാണിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവർ യേശുക്രിസ്തുവിനെ കാണിക്കാൻ പോകുന്നു. തിരിയൊക്കെ കെടാറായി, പക്ഷെ കർത്താവ് കെടുത്തി കളയുന്നില്ല. ബലഹീനത വന്നവരെ തള്ളിക്കളയത്തില്ല. ഓ, നീ ഒരു കാശിനും കൊള്ളത്തില്ല, നിന്നെ ഞാൻ കളയാൻ പോവാന്ന് പറയത്തില്ല. അപ്പോ നിങ്ങളുടെ വളർച്ചയിലുള്ള ബലഹീനതയാകാം, രോഗത്താലുള്ള ബലഹീനതയായിരിക്കാം, പ്രായത്താലുള്ള. പണ്ട് ഞാൻ കർത്താവിന് വലിയ പ്രയോജനം, ഇപ്പൊ ഞാൻ വാർദ്ധക്യത്തിലെത്തി, എന്നെ കൊണ്ട് നീ ഒന്നും പറ്റത്തില്ല. എന്ത് ബലഹീനതയായിക്കൊള്ളട്ടെ, കർത്താവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടാണ് അവന് സ്നേഹം. അല്ല നിങ്ങൾ കൊണ്ടുവരുന്ന ശുശ്രൂഷ, നിങ്ങൾ കൊണ്ടുവന്ന ആത്മാവ്, വ്യാപാരമല്ല കർത്താവ്. നിന്നെ കൊണ്ട് എന്ത് ഗുണം, അല്ലെ? ചില പ്രസംഗങ്ങളുണ്ട് അങ്ങനെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെ? അത് ചോദിക്കത്തില്ല കർത്താവ്. നിന്റെ എന്താ പറയാ കാര്യവിചാരം ന്യായവിധി ദിവസത്തിൽ കർത്താവ് എന്താ പറയാ വിധിക്കും. പക്ഷെ കർത്താവ് നിന്നോടുള്ള സ്നേഹബന്ധം അതിന്റെ പുറത്തല്ല. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങളോട് അങ്ങനെയാണോ സംസാരിക്കും? നിന്റെ സ്കൂളിൽ വിട്ടല്ലോടാ, നീ എത്ര മാർക്ക് കൊണ്ടുവന്നില്ല, നീ ഇറങ്ങിപ്പോടാ, നീ വീട്ടിലെ അല്ല. അങ്ങനെ പറയുന്ന അച്ഛനെ അമ്മയും നമ്മൾ നോക്കിയിട്ട് പറയും, എന്ത് നീതിമാനായ നല്ല അച്ഛൻ എന്ന് പറയും. ഇല്ല, നമ്മൾ പറയും ഇയാൾക്ക് മാർക്കാണ് വലുത്, കൊച്ചല്ല. അങ്ങനെ പ്രസംഗിക്കുന്ന പ്രസംഗകരുണ്ട് അങ്ങനെ ഒരു ദൈവത്തെ, അല്ലെ? അതല്ല ദൈവം. ദൈവം വ്യക്തികളെ സ്നേഹിക്കുന്നവനാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ ചതഞ്ഞിരിക്കുകയാണോ ഇന്ന്? നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുക വമിക്കുന്ന തിരിയാണോ? നമ്മുടെ കർത്താവിന്റെ ഒരു ഗുണം, യേശുക്രിസ്തുവിന്റെ ആ ഒരു വലിയ സ്നേഹമാണ്, അല്ലെ? അവന്റെ ആ ജെന്റിൽനെസ്, അല്ലെ? അവൻ അതുപോലാണ്. അവൻ വന്ന് നമ്മളെ കെടുത്തിക്കളയത്തില്ല. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? നിങ്ങളെ എന്തിനു വേണ്ടി ഞാൻ വിളിച്ചോ ആ വിളിയിൽ ഞാൻ നിങ്ങളെ നിർത്തും, അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിവർത്തിക്കും. അതായത് കർത്താവിന്റെ ഉദ്ദേശങ്ങളൊന്നും, നിങ്ങൾ ബലഹീനരായ സ്ഥിതിക്ക് നമുക്ക് ആ ഉദ്ദേശമൊക്കെ ഇനി അലസ വേണ്ടെന്ന് നോക്കാം, ഒന്നും വെക്കാറില്ല കർത്താവ്. ഓ, അതിനൊരു സ്തോത്രം പറയണം കേട്ടോ. നമ്മുടെ ബലഹീനതകളൊന്നും നോക്കി കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങളൊക്കെ അങ്ങ് വെട്ടിക്കളയാൻ. എന്താ പിന്നെ വേണ്ട, ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ വെട്ടിക്കളയാൻ. നമ്മൾ ചിലപ്പോൾ പിള്ളേരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കും, അല്ലേ? ഇവൻ 10ാം ക്ലാസ്സിലെ കണക്കൊക്കെ മോശമാണ്. പണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവനെ IIT വിട്ട് ഒരു എഞ്ചിനീയർ ആക്കണം, പക്ഷെ 10ലെ കണക്ക് പോലും ഇവന് വയ്യ. അപ്പൊ പിന്നെ ആ സ്വപ്നം അങ്ങ് വെട്ടും. ദൈവം അങ്ങനെ അല്ലെന്നായി പറഞ്ഞു. നമ്മളെ വിളിച്ചിരിക്കുന്ന അവന്റെ ഉദ്ദേശം അവൻ എന്ത് ചെയ്യും? സ്ഥാപിക്കും വരെ തളരുകയില്ല. നമ്മൾ ബലഹീനരായിരിക്കും, നമ്മൾ ചതഞ്ഞോടെയായിരിക്കും, പക്ഷെ അവൻ തളരുകയില്ല. അതാണ് ശാശ്വത പാറ, അല്ലെ? അവന്റെ ശക്തിക്ക് ഒരു ബലഹീനതയുമില്ല, ഒരു തളർച്ചയുമില്ല, ഒരു അധൈര്യവുമില്ല, അല്ലെ? തളരാതെ നിത്യമായിട്ട് നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളെ നിലനിർത്തി നമ്മളെ ശക്തരാക്കുവാൻ
മതിയായവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിലും ഈ ശാശ്വത പാറയിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയും. ഇത് നല്ല കർത്താവ് അല്ലേ. അവസാനമായിട്ട് അപ്പച്ചൻ പാടിയത് പുതിയ നിയമത്തിൽ നിന്നാണ്. അങ്ങോട്ട് കിടക്കാം. യൂദായുടെ ലേഖനം 24-ാം വാക്യം. ഒരു അധ്യായമേ ഉള്ളൂ. അതിലെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് 24-ാമത്തെ വാക്യം. ഞാൻ തന്നെ വായിക്കാം. യൂദായുടെ ലേഖനം 1 അധ്യായത്തിലെ 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തി ഉള്ളവന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇതൊരു ആശീർവാദമാണ് അല്ലെ. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന കാരണം കേട്ടോ: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം കേട്ടോ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച അന്ത്യത്തിൽ അവന്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തി ആ സ്വർഗീയ ആനന്ദത്തോടെ നിറയ്ക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു രക്ഷിതാവാണ് നമ്മുടെ കർത്താവ് അല്ലേ. അപ്പോ ബലഹീനതയിൽ എഴുതി തള്ളുന്നില്ലെന്ന് മാത്രമല്ല, അവന്റെ ഉദ്ദേശങ്ങളൊക്കെ നിവർത്തിച്ച് അന്ത്യത്തിൽ അവിടെ കുറ്റമില്ലാത്തവരായി നിർത്തുവാൻ മതിയായ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം കേട്ടോ. നിങ്ങൾ ഈ നോക്കിയ വാക്കുകളെല്ലാം രക്ഷയുടെ അനുഭവം ഇങ്ങനെ കിടക്കുക അല്ലേ. അവന്റെ സമാധാന നിയമം നീങ്ങിപ്പോകാത്ത ഒരു ഉടമ്പടിയിലേക്ക് നമ്മളെ ആനയിച്ചു, നമുക്ക് ദയ നൽകി അല്ലേ. നമുക്ക് അവൻ പാപം ചെയ്യുന്ന സമയത്ത് അവന്റെ കോപം ജനിക്കുമെങ്കിലും നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ ജീവാന്ത്യത്തോളം നിലനിൽക്കുന്ന പ്രസാദം നൽകി അവൻ നമ്മളെ കടാക്ഷിക്കുന്നു അല്ലേ. പാപത്തിനൊത്തവണ്ണമുള്ള അടി നൽകുന്നില്ല, ബലഹീനതയിൽ എഴുതി തള്ളുന്നില്ല, അന്ത്യം വരെ നമ്മളെ നിലനിർത്തുവാൻ ശക്തൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ കർത്താവ് അല്ലെ, ശാശ്വത പാറയായ നമ്മുടെ കർത്താവ്. ഈ യൂദാ 24-നോട് ചേർന്ന് പോകുന്ന 2 വാക്യങ്ങൾ വായിച്ചോട്ടെ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരിക. ഫിലിപ്പിയർ 1:4 ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അങ്ങ് വായിച്ചു. ഫിലിപ്പിയർ 1:4. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് വേണ്ടി എന്തുകൊണ്ടാ താൻ ഇത്ര ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള കാരണം പറഞ്ഞിരിക്കുക. ഫിലിപ്പിയർ 1:4 ഒന്ന് വായിച്ച ആരെങ്കിലും. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ഉറപ്പായി അത് തികയ്ക്കുമെന്ന്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അന്ത്യനാൾ വരെ അത് തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. അതെന്താ പൗലോസിന് എന്ത് ഉറപ്പാണത് ഇവരിലൊക്കെ തികയ്ക്കുമെന്ന്? അത് ഇവരെ കുറിച്ചല്ല പറയുന്നത്, തികയ്ക്കുന്നതിനെ കുറിച്ചായി പറയുന്നത് അല്ലെ. നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നമുക്കും പറയാം, ക്രിസ്തു നിങ്ങളിൽ ഒരു നല്ല വേല തുടങ്ങിയിട്ടുണ്ട്, അത് തികയ്ക്കുവാൻ അവൻ വിശ്വസ്തൻ, അവൻ മതിയായവൻ. യേശു ക്രിസ്തുവിന്റെ നാളോളം അവൻ അത് തികയ്ക്കും. അത് അവന്റെ വിശ്വസ്ത. അപ്പൊ ഞാൻ അവസാനം പോയി നിൽക്കുമ്പോഴേ അത് എന്റെ ക്രെഡിറ്റ് അല്ല, അത് അവന്റെ വിശ്വസ്തതയുടെ ക്രെഡിറ്റ് ആണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം, 1 കൊരിന്ത്യർ 1:8-9. 1 കൊരിന്ത്യർ 1-ാം അധ്യായം ഇതേ കാര്യം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരിടത്ത് മാത്രമുള്ള വാക്യമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1 കൊരിന്ത്യർ 1:8-9 ഒന്ന് കേട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും കേട്ടോ. കർത്താവ് രണ്ടാമത് മടങ്ങി വരുമ്പോൾ നിങ്ങൾ കുറ്റമില്ലാത്തവരാകേണ്ടതിന് നിങ്ങളെ എന്ത് ചെയ്യും? അവൻ ഉറപ്പിക്കും. 9-ാമത്തെ വാക്യം, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്തിനു വിശ്വസ്തൻ? അന്ത്യനാളിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായി നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഉറപ്പിക്കുവാൻ വിശ്വസ്തൻ. അതാണ് ഇവിടെ പറയുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അവന്റെ മഹിമാ സന്നിധിയിൽ നിർത്തി കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ അവൻ ശക്തൻ. അപ്പൊ നമ്മുടെ പാപങ്ങളോ ബലഹീനതകളോ എന്ത് കുറവോ ഉണ്ടായിരിക്കട്ടെ, അതിനെല്ലാം
മറികടന്ന് കർത്താവ് തന്റെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുക തന്നെ ചെയ്യും. അന്ത്യം വരെ തന്റെ ന്യായം ഈ ഭൂമിയിൽ സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. നല്ലൊരു രക്ഷകന്റെ അടുക്കലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആരംഭിച്ച പ്രവൃത്തി അവൻ അവസാനിപ്പിക്കും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവന്റെ കരുത്തിലോട്ട് അങ്ങ് സമർപ്പിച്ച് അവനിൽ നിരന്തരം ആശ്രയിക്കണം. കാരണം അവൻ ശാശ്വത പാറയാണ്. അപ്പൊ ഇത്രയൊക്കെ കേട്ടപ്പോ ഒരു ശാശ്വത പാറ, ഒരു പാറയാണെന്നെങ്കിലും തോന്നിയോ നമ്മുടെ ദൈവം? പാപം വരട്ടെ, കോപം വരട്ടെ, ബലഹീനത വരട്ടെ, ബാലശിക്ഷ വരട്ടെ, എന്തു വേണേ വരട്ടെ, എപ്പോഴും കർത്താവ് ആശ്രയിക്കുവാൻ യോഗ്യനായവനാണ്. അന്ത്യം വരെ, അവസാന ദിവസം എന്നെ കൊണ്ട് എത്തിക്കുമെന്ന് മാത്രമല്ല, അന്ന് ഞാൻ കുറ്റമില്ലാത്തവനായി അവന്റെ മുൻപിൽ കാണപ്പെടുവാൻ തക്കവണ്ണം എന്നിൽ രക്ഷ പ്രവർത്തിക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്, അല്ലെ? എന്തു നല്ല കർത്താവ്! എന്ത് ശാശ്വതമായ, നിത്യമായ, ഉറപ്പുള്ള, നീങ്ങിപ്പോകാത്ത ഒരു പാറയാണ് നമ്മുടെ ദൈവം. ഈ വെളിപ്പാട് ഉള്ളിൽ കടന്നാൽ നമ്മൾ ഏതവസരത്തിലും ഏത് വിഷയത്തിലും അവനിൽ ആശ്രയിക്കും. അങ്ങനെ നമ്മൾ സ്ഥിരതയോടെ നമ്മുടെ മനസ്സുകൊണ്ട് അവനിൽ ആശ്രയിക്കുമെങ്കിൽ എന്ത് നൽകുമെന്ന് നമ്മൾ ആദ്യം വായിച്ചേ? പൂർണ്ണ സമാധാനം. അങ്ങനെ നമുക്ക് ഏവർക്കും കർത്താവായ ശാശ്വത പാറയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പൂർണ്ണ സമാധാനം അനുഭവിക്കാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ആ പാട്ടെടുത്ത് ഒന്ന് പാടാം. ഈ പാട്ട് പാടിയപ്പോൾ നിങ്ങൾ പലപ്പോഴും ഇത്രയൊന്നും ചിന്തിച്ച് കാണണമെന്നില്ല. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണമെന്നില്ല. ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലർക്ക് ഈ സത്യങ്ങളൊക്കെ മുൻപേ അറിയാവുന്നതായിരിക്കും. നമുക്ക് എന്നാലും ഇത് ഒരുമിച്ചൊന്ന് പാടാം. ഈ കേട്ട പ്രസംഗത്തോട് നമുക്ക് ആ രീതിയിൽ ഒന്ന് പ്രതികരിക്കാം. ഈ പാടുമ്പോൾ നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ ഓർത്ത് അതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലാക്കി പാടുക. പാടുമ്പോൾ ദൈവത്തോട് പാടുക, ആരാധിച്ചു പാടുക, പ്രതികരിച്ചു പാടുക. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഏതവസ്ഥയിലും ഞാൻ അവനിൽ തന്നെ ആശ്രയിക്കും, ഞാനൊരു സ്ഥിരമാനസനായിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തോടെ നമുക്ക് ഏവർക്കും ഈ പാട്ട് പാടാം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ സുസ്ഥിരമാനസനവനുമൻ യാഹിൽ ആശ്രയം വെക്കുകിലനുദിനം നാഥൻ. സുസ്ഥിരമാനസനവനുമൻ യാഹിൽ ആശ്രയം വെക്കുകിലനുദിനം നാഥൻ. കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ, കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ. പാർത്ഥിവനവൻ തിരുകരങ്ങളിലെന്നും കാണുന്നു ഞാൻ യാഹിൽ. കുന്നുകളകലും വൻപാർവത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും. കുന്നുകളകലും വൻപാർവത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും. നീങ്ങുകിലവൻ ദയ എന്നിൽ നിന്നതുപോൽ, നീങ്ങുകിലവൻ ദയ എന്നിൽ നിന്നതുപോൽ. നിലനിൽക്കും സമാധാന നിയമവും നിത്യം, നിലനിൽക്കും സമാധാന നിയമവും നിത്യം. കാണുന്നു ഞാൻ യാഹിൽ അവൻ കോപം ക്ഷണനേരം മാത്രം, നിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. ജ്വലിക്കിലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. നിലവിളിരാവിലൻ കൂടെ, വസിക്കിലും നിലവിളിരാവിലൻ കൂടെ. ഉദിക്കുമേ ഉഷസതില്ലാനന്ദഘോഷം, ഉദിക്കുമേ ഉഷസതില്ലാനന്ദഘോഷം. കാണുന്നു ഞാൻ യാഹിൽ ചെയ്വതില്ലവൻ നമ്മൾ പാപത്തിനൊത്ത പോൽ.
പ്രതിഫലമരുളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചും. ചെയ്വതില്ലവൻ നമ്മൾ പാപത്തിനൊത്ത പോൽ. പ്രതിഫലമരുളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചും. വാനമി ഭൂവിൽ നിന്നുയർന്നിരിപ്പത് പോൽ. വാനമി ഭൂവിൽ നിന്നുയർന്നിരിപ്പത് പോൽ. പരന്തയ ഭക്തർമേൽ വലിയതു തന്നെ. പരന്തയ ഭക്തരിൽ വലിയതു തന്നെ. കാണുന്നു ഞാൻ യാഹിൽ ഒടിക്കുകിലവനേറ്റം ചതഞ്ഞതാമോട. കെടുത്തുകിലവൻ തിരിപ്പുകവമിക്കുകിലും. ഒടിക്കുകിലവനേറ്റം ചതഞ്ഞതാമോട. കെടുത്തുകിലവൻ തിരിപ്പുകവമിക്കുകിലും. വിധി ജയം നാൾ വരെയും നടത്തും താൻ. വിധി ജയം ലഭിക്കും നാൾ വരെയും. തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഹിൽ വഴുതിടാതവൻ നമ്മെ നിർത്തും തൻ മഹിമയിൻ അവിധത്തിൽ നാഥൻ. വഴുതിയിടാതവൻ നമ്മെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണതയോടെ. കളങ്കമറ്റാനന്ദ പൂർണതയോടെ ഭവിക്കട്ടെ മഹത്വമനം അവനെന്നും ആമേൻ. ഭവിക്കട്ടെ മഹത്വമം അവനെന്നും ആമേൻ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്ഥിരമാനസൻ അവനിൽ എന്നേക്കും ആശ്രയിക്കുമുണ്ട്. അവൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. യഹോവയായ യാഹ് ശാശ്വത പാറയായിരിക്കാൻ അവനിൽ എന്നേക്കും ആശ്രയിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഇന്ന് കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ദൈവമേ കർത്താവേ, എന്നിലും എൻ്റെ കേൾവിക്കാരിലും അങ്ങൊരു ശാശ്വത പാറയാണെന്ന വെളിപ്പാട് കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആ വൻ ദയയെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് കേട്ട് കർത്താവ്. ഭൂമിയിലുള്ള പർവ്വതങ്ങളും കുന്നുകളും എല്ലാം നീങ്ങിയാലും അങ്ങ് നീങ്ങിപ്പോകാത്ത, ഞങ്ങളോട് ഉടമ്പടി ചെയ്ത് ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന ദൈവം, നീങ്ങിപ്പോകാത്ത ദൈവമാകിയാൽ സ്തോത്രം. അങ്ങയുടെ ദയ നീങ്ങുന്നില്ല, അങ്ങയുടെ സമാധാനം നീങ്ങുന്നില്ല, അങ്ങയുടെ കൃപ നീങ്ങുന്നില്ല. ഞങ്ങൾക്ക് ബാലശിക്ഷ നൽകുമ്പോഴും അങ്ങ് കർത്താവേ ദയോടെ ഇടപെടുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ എഴുതിത്തള്ളാത്ത ദൈവത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ പ്രവർത്തിച്ച് അങ്ങയുടെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാകിയാൽ അങ്ങയെ സ്തുതിക്കുന്നു. അന്ത്യത്തോളം ഞങ്ങളെ നിർത്തുവാനും കുറ്റമില്ലാത്തവരായ അന്ന് ഞങ്ങൾ കർത്താവേ അങ്ങയുടെ കളങ്കമറ്റ ആനന്ദത്തിൽ കടക്കുവാനും ഞങ്ങളെ രക്ഷിപ്പാൻ, ഞങ്ങളിൽ നല്ല വേല ആരംഭിച്ചത് അവസാനിപ്പാൻ വിശ്വസ്തനായ കർത്താവാകയാൽ അങ്ങേക്ക് സ്തുതി സ്തോത്ര യാഗങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ, അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിപ്പാൻ ഞങ്ങൾ എന്തുള്ളു കർത്താവേ, എന്തുള്ളു കർത്താവേ. അങ്ങയുടെ മഹാദയക്കായിട്ടും വൻ കൃപയ്ക്കായിട്ടും നിത്യസ്നേഹത്തിനായിട്ടും ഞങ്ങൾ സ്തോത്രം കരയറ്റുന്ന കർത്താവേ. അങ്ങേ അവിശ്വസിച്ച് ഞങ്ങൾ പലപ്പോഴും മറ്റിൽ ആശ്രയിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരം കർത്താവേ സ്ഥിരതയോടെ ശാശ്വത പാറയായ അങ്ങിൽ തന്നെ എപ്പോഴും ആശ്രയിച്ച് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പൂർണ്ണ സമാധാനത്തിൽ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തിൽ കാക്കപ്പെടുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ.
സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ടും ജോലിക്കായിട്ടും എല്ലാം ഓടുമ്പോൾ ഞങ്ങൾ ഈ സമാധാനത്തിൽ വിശ്രമിച്ച് ഓടുന്നവരാകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകത്തെ മനുഷ്യൻ വിശ്രമിക്കുകയും പുറത്തെ മനുഷ്യൻ പ്രയത്നിക്കുകയും ചെയ്യുന്നത് പോലെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ, ഭവനത്തിൽ, ജീവിതങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ നടപ്പിൽ അനവധി കർത്താവെ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവെ ഞങ്ങളെല്ലാവരും അങ്ങിൽ ആശ്രയിച്ച് സമാധാനത്തോടെ അങ്ങയുടെ പ്രവൃത്തി കാണുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന പാത്രങ്ങളായിട്ട് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, കർത്താവിന് എന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല, എന്നെ എഴുതിക്കളയേണ്ടവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പരിതപിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ കർത്താവെ, അങ്ങ് ചതഞ്ഞ ഓടയെ ഒടിക്കുന്നവനല്ലല്ലോ കർത്താവെ. ആ വെളിപ്പാട് കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ കർത്താവെ ഉണർത്തണമേ. ഞങ്ങളെ കർത്താവെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങേക്ക് സകല മാനവും മഹത്വവും കരേറ്റുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.